കാലത്തിന്റെ യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അങ്ങേയറ്റത്തെത്തുന്ന 9 മാസവും തന്നെ ഗർഭാശയത്തിൽ പിറന്ന് മരണത്തിന്റെ വേദന സഹിച്ച് തന്നെ പ്രസവിച്ചു. അവസാനം ആ മകൻ അങ്ങകലെ അന്ധകാരത്തിലോട്ട് നടന്നു പോകുമ്പോ വേദനയോടെ തന്നെ മകൻ സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ രാപകലില്ലാതെ പടച്ചവനോട് പ്രാർത്ഥനയിൽ കടിഞ്ഞുകൂടിയ ഒരു യുക്തിവാദിയുടെ ഉമ്മ മരണപ്പെട്ടു പോകുമ്പോ ആ മരണപ്പെട്ട ഉമ്മയെ പോലും പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന യുക്തിവാദത്തിനും ഒരു മര്യാദയുണ്ട്, ആ നിരീശ്വരവാദത്തിനും ഒരു മര്യാദയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന എടമറകിനെ പോലെയുള്ള ആളുകൾ പോലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തിനപ്പുറത്തേക്ക് യുക്തിവാദത്തിന്റെ തലങ്ങളെ കൊണ്ടുപോയിട്ടില്ല. പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് സ്വന്തം മാതാവിനെ പോലും പരിഹസിക്കുന്ന വിധം യുക്തിവാദം കടന്നു പോകുമ്പോ ഇതിന്റെയൊക്കെ നേതാവായ ഫറോവ പടച്ചവനെ കൊല്ലാൻ അബദ്ധജടിലമായ വാദത്തോടെ ആകാശത്തമ്പരതുമ്പിയായ ഗോപുരം പണിത ഫറോവ പെങ്ങളെ ഞാനിത് പറഞ്ഞു നിന്നറിയോ? ഇത്രയും വലിയ അഹങ്കാരിയായൊരു മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുസ്സഹമായ ഒന്നല്ലേ? അവസാനം സ്വന്തം ഭാര്യ തന്നെ അല്ലാഹുവിലെ അചഞ്ചലമായ വിശ്വാസമാണെന്നറിഞ്ഞപ്പോ തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യ മലത്തിക്കടത്തിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് കുന്തമുന ഇങ്ങനെ കുത്തിയിറക്കി, ശരീരത്തിലേക്ക് പച്ചമൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട യുവതിയുടെ ശരീരത്തിലേക്ക് ചാട്ടവാറുകൾ ആഞ്ഞടിക്കുമ്പോ ആ സമയത്ത് ലോകചരിത്രത്തിന്റെ രക്തസാക്ഷിണികളുടെ മാതാവായി മാറിയ മഹതിയായ ആസിയ റളിയല്ലാഹു തആല അൻഹാ ശരീരം ഇങ്ങനെ മരത്തിക്കടത്തിയിട്ട് മൂർച്ചയുള്ള ആയുധം പച്ചമാംസത്തിലൂടെ കുത്തിയിറക്കപ്പെടുമ്പോ ആയിരക്കണക്കിന് നിരപരാധികളുടെ ശവമഞ്ചമേറി ഫലസ്തീനിലൂടെ നടന്നുപോയ ആയിരക്കണക്കിന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യാങ്കിപ്പടയുടെ വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് പിടന്നു കയറി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ഫലസ്തീനിലെ രക്തസാക്ഷികൾ, അവർക്കെല്ലാം മാതൃകയായി ഊർജ്ജമായി നിലനിന്ന ഒരു പെണ്ണുണ്ട്, ആസിയ ബിന്ത് മസാഹിബിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹാ. മലത്തിക്കടത്തിയിട്ട ആ പച്ച പെണ്ണിന്റെ പെങ്ങളെ ഈ കല്ലറയ്ക്കൽ എന്നെ കേൾക്കാൻ ഇങ്ങനെ തെടിച്ചുകൂടിയ സഹോദരിമാരോട് നിങ്ങളെപ്പോലെ വികാരങ്ങളുള്ള, നിങ്ങളെപ്പോലെ വിചാരങ്ങളുള്ള, സ്വപ്നമുണ്ടായിരുന്ന, ആഗ്രഹമുണ്ടായിരുന്ന മക്കളെ താലോലിക്കാനും ഒരു ഉമ്മയായി ജീവിക്കാനും ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന, എന്നാൽ കൈയൊന്നു മാടി വിളിച്ചാൽ പരിചാരകരോട് എത്തുന്ന, സ്വർണ്ണ ചഷകങ്ങളിൽ പാനം ചെയ്യാൻ കഴിയുന്ന ഭർത്താവിന്റെ തമ്മാടിത്തരത്തിനോടൊന്ന് ഒത്തുനിന്നാൽ, പടച്ചറപ്പിനോട് നേരെ ഒന്ന് കണ്ണടച്ചു നിന്നാൽ, ദുനിയാവിനെ ഒന്ന് പ്രണയിച്ചു പോയാൽ, വെഞ്ചാമരം വീശുന്ന തോഴിമാരുടെ കൂടെ രാജ്ഞിയായിട്ട് ഈജിപ്തിന്റെ കിരീടവും വെച്ച് ജീവിക്കാൻ അസുലമായ ഭാഗ്യം കൈവെള്ളയിലിരിക്കെ മരത്തിക്കടത്തിയിട്ട് ശരീരത്തിലെ പച്ചമാംസത്തിലേക്ക് മൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറക്കുമ്പോ, ചാട്ടവാറ് ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ ആസിയ എന്ന യുവതിയുടെ ഒരു ദുആ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ചരിത്രത്തിൽ ഇതുപോലൊരു പ്രാർത്ഥന ഉണ്ടാവില്ല. അല്ലാഹുവേ ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം എന്റെ ശരീരത്തിലോട്ട് കുത്തിയിറങ്ങുന്ന പച്ചമാംസത്തിലെ കരിച്ചിറങ്ങുന്ന വേദനകൾക്ക് പകരം, എന്റെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾക്ക് പകരം, ഞാൻ ഒൽപ്പിച്ചു കളഞ്ഞ, ഞാൻ അവശേഷിപ്പിച്ച, വലിച്ചെറിഞ്ഞ എന്റെ സ്വപ്നങ്ങൾക്ക് പകരം, അല്ലാഹുവേ എനിക്ക് നിന്നോട് ചോദിക്കാൻ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ആസിയക്ക് സൗന്ദര്യം വേണ്ട റബ്ബേ, ആസിയക്ക് സൗരഭ്യം വേണ്ട റബ്ബേ, ആസിയക്ക് ഈ ദുനിയാവൊന്നും വേണ്ട. അടുത്ത നിമിഷം എന്റെ കണ്ണടഞ്ഞിട്ട് നിന്റെ മാർഗത്തിൽ എന്റെ ജീവിതം അവസാനിക്കുമ്പോ, അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണമെന്നല്ല,
നമ്മൾ പലപ്പോഴും വാള് കേൾക്കുമ്പോ പറയുന്നത് ആസിയാ ബീവി സ്വർഗത്തിലെ വീട് ചോദിച്ചെന്നാണ്. അല്ല അല്ല, ആസിയാ ബീവിയുടെ ദുആ പടച്ചവനെ എല്ലാവരെയും പോലെ വിശാലമായ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു വീട് ആസിയക്ക് വേണ്ട. എന്തൊക്കെ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം റബ്ബേ. ആ വീട് സാധാരണ വീട് പോരാ, എന്തൊക്കെ നിന്റെ അടുത്തായിരിക്കണം എന്റെ വീട്. ആർക്കു വേണ്ടിയാണോ ഞാൻ കൊല ചെയ്യപ്പെട്ടത്, ആരെ വിശ്വസിച്ചതിനാണോ എന്റെ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ടത്, ആർക്കു വേണ്ടി ഈമാൻ വെച്ചതിനാണോ എന്റെ സ്വപ്നങ്ങൾ കരിക്കപ്പെട്ടത്, ആരുടെ തക്ബീർ പറഞ്ഞതിനാണോ എന്റെ ഭർത്താവെന്നെ നാക്കു മുറിച്ചെടുത്തത്, റബ്ബേത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അതുകൊണ്ട് ആസിയക്ക് സ്വർഗത്തിലൊരു വീട് തന്നാൽ ആ വീട് സ്വർഗത്തിന്റെ VIP ഏരിയയില് അതിന്റെ തൊട്ടടുത്ത് നീ ഉണ്ടാവണം. അല്ലാ, ഇന്തൊക്കെ നിന്റെ അടുക്കല് മതി. ഞാൻ കണ്ണു തുറന്നാല് നിന്റെ തജല്ലിയായ ദാത്തിനെ കാണണം. സ്വർഗത്തിന് ഞാൻ എപ്പോഴും കാണുന്നത് നിന്റെ നൂറായിരിക്കണം. അതുകൊണ്ട് നിന്റെ അടുത്തൊരു വീട് വേണം റബ്ബേ. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നമ്മളെ പോലെയല്ല ഈ ദുനിയാവിന്റെ സകലമാന ആഡംബരങ്ങളും കൈവെള്ളയിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ തൊട്ടടുത്തൊരു സ്വർഗ വീട് ചോദിച്ച ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടൊരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഖുർബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നടന്നെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, പടച്ചറപ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മാസറഫ ഇന്തിസാറോ മുന്തസർ. അല്ലാഹുവിന്റെ അബ്ദു ദീഗർ പാരിസിയാണ്, ഉറുദു അല്ല, പാരിസി ഭാഷയാണ്. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മാസറഫ ഇന്തിസാറോ മുന്തസർ. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനാകണം. അങ്ങനെ ആകണമെങ്കിൽ പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം. നമുക്ക് സന്തോഷം തരുന്ന പലതിനെയും നമ്മൾ വേണ്ടെന്ന് വെക്കണം. നമുക്ക് പടച്ചോന്റെ തൃപ്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരിലേക്ക് അടുക്കണം. അവരിലേക്ക് അടുക്കണമെങ്കിൽ പലതിനെയും നമ്മൾ ത്യജിക്കണം. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, യുവാക്കളോട്, ധാരാളം യുവാക്കൾ ഇവിടെയുണ്ട്, ധാരാളം യുവാക്കൾ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഇത് പറ്റൂലല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അധിക മനോഹര നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹു അഗരിദയാലു ഹബീബുല്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. കാദറാജ് വലിയ മൗലൂദൊക്കെ നടത്തിട്ട് ഇവരൊന്നും സലാത്ത് ഇല്ലാത്ത എന്താ? എന്ത് കാദറാജ്? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വലിയ സുഹൃതമല്ലേ. റബീഉൽ അവ്വൽ 12-ന് ഒരു സമ്പന്നനായ മനുഷ്യൻ എല്ലാരെയും വിളിച്ചത് നബിയങ്ങളുടെ മദ്ഹ് പറയുക, ഭക്ഷണം കൊടുക്കുക. അതൊക്കെ ഒരു ഭാഗ്യാണ്. പള്ളിക്ക് ഇപ്പോ ദറസ് ഉണ്ടാക്കാൻ പോണു, പൈസ കൊടുക്കണു. ഉസ്താദിയൊക്കെ ഇല്ല ഇവിടെ, ഇടയ്ക്ക് ചോദിക്കുമ്പോ കാണും. അവരുടെ സമ്പത്തുകൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നിങ്ങളൊരു ആമീൻ പറയാൻ നിന്നാ പറ്റത്തില്ല. ഞാൻ ഒന്നാമത് പ്രസംഗത്തിന് ആദ്യമേ ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നോളൂ. എനിക്ക് പനി പിടിച്ചിട്ട് നല്ല പ്രശ്നം എനിക്കുണ്ട്. ഞാൻ ഉംറ കഴിഞ്ഞ് പിന്നെ ദുബൈയിൽ പോയി തിരിച്ചു വന്ന് 2 ദിവസം ആകുന്നുള്ളൂ. ഈ കാദറാജിയോട് ഞാൻ നേരത്തെ ഒരു വാക്ക് കൊടുത്തു, അല്ലെ ഈ പരിപാടി ഒഴിവാക്കും. അപ്പോൾ നല്ല ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഞാൻ വളരെ ക്ഷീണിതനായിട്ട് നിൽക്കണം. പിന്നെ വന്നിട്ട് എനിക്ക് വയ്യാന്ന് പറയുന്നൊരു മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചൂട് വേണം. മോനെ ഈ ഫാനൊന്ന്
അതിൻ്റെ കൂടെ വേർക്കും കൂടെ ചെയ്താൽ പണ്ടാരം വന്നാലും ഒന്നാമതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.